നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ ചൊല്ലാൻ പോകുന്നത് മഹാലക്ഷ്മി അഷ്ടകം എന്ന അത്യന്തം ശക്തമായ ദേവീ സ്തോത്രമാണ്. സമ്പത്തും ഐശ്വര്യവും സമാധാനവും ജീവിതത്തിൽ നേടാൻ നാം ഭക്തിപൂർവം ജപിക്കേണ്ട ഒരു അദ്ഭുത മന്ത്രമാണ് മഹാലക്ഷ്മി അഷ്ടകം. ആദ്യം തന്നെ ഇതിന്റെ ഐതിഹ്യം നോക്കാം. ഒരു കാലത്ത് ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രൻ വലിയ അഹങ്കാരത്തിലായി ജീവിച്ചു. ഒരു ദിവസം ദുർവാസാവ് മഹർഷി ഇന്ദ്രന് ഒരു ദിവ്യമാല നൽകി. എന്നാൽ ഇന്ദ്രൻ അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ ആ മാല തന്റെ ആനയായ ഐരാവതത്തിന് കൊടുത്തു. ഐരാവതം ആ മാല നിലത്തിട്ടു. ഇതു കണ്ട ദുർവാസാവ് മഹർഷി കോപിച്ചു. നിന്റെ ഐശ്വര്യവും സമ്പത്തും ഇല്ലാതാകും എന്ന് ദേവേന്ദ്രനെ ശപിച്ചു. ശാപഫലം കാരണം ദേവന്മാർക്ക് ശക്തി കുറഞ്ഞു, സമ്പത്ത് നഷ്ടപ്പെട്ടു. ലക്ഷ്മി ദേവി പാതാളത്തിലേക്ക് പോയി. ദേവന്മാർ വിഷമത്തിലാവുകയും മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. പരിഹാരമായി മഹാവിഷ്ണു പറഞ്ഞത് പാലാഴി മഥിക്കുവാനാണ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തി. അപ്പോൾ മഹാലക്ഷ്മി സമുദ്രത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. ദേവി വിഷ്ണുവിനെ വരിച്ചു. ലോകത്തിന് വീണ്ടും സമ്പത്തും ഐശ്വര്യവും നൽകി. ഇന്ദ്രൻ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് മഹാലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലിയതാണത്രേ ഈ മഹാലക്ഷ്മി അഷ്ടകം. അതോടെ ദേവി സന്തുഷ്ടയാവുകയും ഇന്ദ്രന് വീണ്ടും സമ്പത്തും ഐശ്വര്യവും അനുഗ്രഹിക്കുകയും ചെയ്തു. നമുക്കിനി ആ സ്തോത്രം ചൊല്ലാം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തി സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ്ഞേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാ മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാതാ മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മ്യഷ്ടകം സ്തോത്രം യാ പഠേത് ഭക്തിമാൻ നരഃ സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലം യഃ പഠേ നിത്യം മഹാപാപവിനാശനം ദ്വികാലം യഃ പഠേ നിത്യം ധനാധാന്യസമന്വിത ത്രികാലം യഃ പഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മിർഭവേ നിത്യം പ്രസന്ന വരദാ ശുഭ. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വിദ്യാലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിജയലക്ഷ്മി, രാജലക്ഷ്മി എന്നീ 8 ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ വേണം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാൻ. ധനലക്ഷ്മിയാൽ ഐശ്വര്യവും, ധാന്യലക്ഷ്മിയാൽ ദാരിദ്ര്യമോചനവും, ധൈര്യലക്ഷ്മിയാൽ അംഗീകാരവും, ശൗര്യലക്ഷ്മിയാൽ ആത്മവിശ്വാസവും, വിദ്യാലക്ഷ്മിയാൽ അറിവും, കീർത്തിലക്ഷ്മിയാൽ സമൃദ്ധിയും, വിജയലക്ഷ്മിയാൽ ലക്ഷ്യപ്രാപ്തിയും, രാജലക്ഷ്മിയാൽ സ്ഥാനമാനങ്ങളും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ. മഹാമായയായ ദേവിയെ ശ്രീപീഠത്തിൽ വസിക്കുന്നവളെ, ഐശ്വര്യപൂർണമായ പീഠത്തിൽ വസിക്കുന്നവളെ, സുരപൂജിതേ ദേവന്മാർ ആരാധിക്കുന്നവളെ, ശംഖുചക്രഗദാഹസ്തേ ശംഖും ചക്രവും ഗദയും കൈകളിൽ ധരിച്ചവളെ, മഹാലക്ഷ്മി നിന്നെ നമസ്കരിക്കുന്നു. നമസ്തേ ഗരുഡാരൂഢേ ഗരുഡന്റെ പുറത്ത് സഞ്ചരിക്കുന്നവളെ, കോലാസുരഭയങ്കരി അസുരന്മാർക്കു ഭയമുണ്ടാക്കുന്നവളെ, സർവപാപഹരേ ദേവി എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നവളെ, മഹാലക്ഷ്മി നിനക്കു നമസ്കാരം.
സർവജ്ഞേ സർവവരതേ, എല്ലാം അറിയുന്നവളെ, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവളെ, സർവദുഷ്ടഭയങ്കരി, ദുഷ്ടന്മാർക്ക് ഭയമുണ്ടാക്കുന്നവളെ, സർവദുഃഖഹരേ ദേവി, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നവളെ, മഹാലക്ഷ്മി നിനക്കു നമസ്കാരം. സിദ്ധിബുദ്ധിപ്രദേ ദേവി, സിദ്ധിയും ബുദ്ധിയും കഴിവും ബുദ്ധിയും നൽകുന്നവളെ, ഭുക്തിമുക്തിപ്രദായിനി, ഭോഗവും മോക്ഷവും നൽകുന്നവളെ, മന്ത്രമൂർത്തേ സദാദേവി, മന്ത്രസ്വരൂപിയായ ദേവി, മഹാലക്ഷ്മി നിന്നെ നമിക്കുന്നു. ആദ്യന്തരഹിതേ ദേവി, ആദിയും അന്തവും ഇല്ലാത്തവളെ, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവളെ, ആദിശക്തി മഹേശ്വരി, ആദിശക്തിയായ മഹേശ്വരി, യോഗജ്ഞേ യോഗസംഭൂതേ, യോഗത്തിൽ നിന്നും ജനിച്ചവളെ, യോഗസംഭൂതേ, മഹാലക്ഷ്മി നിന്നെ നമസ്കരിക്കുന്നു. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ, വലുതും ചെറുതുമായ രൂപങ്ങളുള്ളവളെ, മഹാശക്തി മഹോദരെ, ശക്തിയുള്ളവളെ, മഹാപാപഹരേ ദേവി, വലിയ പാപങ്ങൾ പോലും ഇല്ലാതാക്കുന്നവളെ, മഹാലക്ഷ്മി നിന്നെ നമിക്കുന്നു. പത്മാസനസ്ഥിതേ ദേവി, താമരപ്പൂവിലിരിക്കുന്നവളെ, പരബ്രഹ്മസ്വരൂപിണി, പരബ്രഹ്മസ്വരൂപമായവളെ, പരമേശി ജഗന്മാത, ഈ ലോകത്തിന്റെ മാതാവായ മഹാലക്ഷ്മി നിന്നെ നമിക്കുന്നു. ശ്വേതാംബരധരേ ദേവി, വെളുത്ത വസ്ത്രം ധരിച്ചവളെ, നാനാലങ്കാരഭൂഷിതേ, നാനാവിധ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളെ, ജഗത്സ്ഥിതേ, ജഗന്മാത, ലോകത്തിലെല്ലായിടത്തും കുടികൊള്ളുന്ന മാതാവായ മഹാലക്ഷ്മി നിന്നെ നമിക്കുന്നു. ഈ മഹാലക്ഷ്മി അഷ്ടകം സ്തോത്രം ഇത് പഠിച്ചു ചൊല്ലുന്നവർക്ക് സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവത, എല്ലാവിധ സമ്പത്തും സകലമാന ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നർത്ഥം. ഒരു നേരം മാത്രമാണ് ഇത് ജപിക്കുന്നതെങ്കിൽ ഏകകാലം യപ്പടേ നിത്യം മഹാപാപവിനാശനം, പാപങ്ങളെല്ലാം ഇല്ലാതാകുമത്രേ. ദ്വികാലം യപ്പടേ നിത്യം, ദിവസവും 2 നേരം ജപിച്ചാൽ ധനവും ധാന്യവും വന്നു ചേരുമെന്നർത്ഥം. 3 നേരം ജപിക്കാൻ കഴിഞ്ഞാൽ ശത്രുക്കൾ ഇല്ലാതാകും എന്നർത്ഥം. ഈ സ്തോത്രം ഭക്തിയോടെ ജപിക്കുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കും, ദുഃഖങ്ങൾ മാറും, മനസ്സമാധാനം ലഭിക്കും, വിജയവും ഭാഗ്യവും ലഭിക്കുമത്രേ. നെഗറ്റീവ് എനർജി ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ഭവനത്തിൽ നിന്നും ഇല്ലാതാകുമത്രേ. എല്ലാ ദിവസവും ജപിക്കുന്നത് കൂടാതെ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറയപ്പെടുന്നു.